ഇവിടെ എത്തിയപ്പോൾ ഇവരിവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ഹലോ, എല്ലാവർക്കും സൈക്കോ സ്റ്റേഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പൊന്മുടി യാത്ര നമ്മുടെ സ്വന്തം മയിൽവാഹനമായ ഈ വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ വന്ന റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നേരെ വന്നതാ നിർത്തിയെന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പെയാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കയറണം. ഇവിടെ ടിക്കറ്റിന് നമ്മൾ വന്നിരിക്കുന്ന വലിയ ആൾക്കാർക്ക് 40 രൂപയും പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുകൂടാതെ വണ്ടിക്ക് 30 രൂപയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് അരുവിയുടെ ശബ്ദം കേട്ടു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചു. ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ അത് ഗോൾഡൻ വാലി എന്ന് പറയുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. സെറ്റ് ഏരിയയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് മുൻപേ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ അങ്ങനെ ഇറങ്ങി കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് അങ്ങോട്ട് ഇറങ്ങണമെന്ന്. അപ്പോൾ നിങ്ങൾക്കൂടെ ആ കാഴ്ചകൾ കാണിച്ചു തരാമല്ലോ. അപ്പോൾ നമ്മൾ 3 പേരും നേരെ നമ്മുടെ ഗോൾഡൻ വാലിയുടെ ഏരിയയിലേക്ക് നടന്ന് നീങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. റെസ്റ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. അതുകൂടാതെ റെസ്റ്റ് ഇരിക്കാനുള്ള സൗകര്യവും അതെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റാണ്. അതുകൂടാതെ തന്നെ ഇവിടെ വെള്ളം കുറവായിരുന്നു. എന്നിരുന്നാലും ഇവിടെ വെള്ളം കൂടുതലായിട്ട് വരുന്ന സ്ഥലവുമാണ്. പിന്നെ വഴുക്കലും ഉള്ള സ്ഥലവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ. എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര റിസ്ക് ആണെന്ന് പറയത്തില്ല. എന്നാലും നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു നീരൊഴുക്കുള്ള ഒരു സ്ഥലം, സൂപ്പർ സ്ഥലം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് എൻജോയ് ചെയ്ത് നോക്കി. നിങ്ങൾ കണ്ടെങ്കിലും എൻജോയ് ചെയ്യും. ഇവിടെ എത്തിയപ്പോൾ ഇവരിവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചു. 1100 മീറ്റർ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പൊന്മുടി എന്ന് പറയുന്ന അതിവിശാലമായ തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക്. ഈ കേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് കയറി പോകുന്നതിന് 22 ഹെയർപിൻ വളവുകളാണുള്ളത്. അപ്പോൾ ഈ 22 ഹെയർപിൻ വളവുകളും വളരെ അപകടകരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ അത്രയും സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ വേറെ റിസ്കുകളൊന്നുമുള്ള ഒരു ഏരിയയുമല്ല. ഡ്രൈവർമാർക്ക് ഇതിൽ വളരെ വലിയൊരു അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഓവർടേക്കിംഗ് അലൗഡ് അല്ല. മാക്സിമം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ വളരെ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. കൂട്ടുകാരെ, ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള പൊന്മുടിയിലെ അതിവിശാലമായൊരു പാർക്കിലേക്കാണ് കേട്ടോ. ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ഈ വഴിയാണ് ഗൈസ് പോകേണ്ടത് കുട്ടികളുടെ പാർക്കിലേക്ക്. ഇതാണ് അതെ, പൊന്മുടിയിൽ പോകുന്നതിന് മുമ്പാണ് ഈ റോഡ്. ഇതിലേ വേണം നമ്മൾ. ഇവിടെയും അടിപൊളി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാരും അരക്കാതാണ്. കിളികളെ ശബ്ദം കേൾപ്പിക്കട്ടെ, മിണ്ടല്ലേ. ഇതുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി പൊന്മുടിയിലേക്കുള്ള വഴി. എനിക്ക് ആ കിളികളുടെ കിളികിരികിരികില ശബ്ദം ഇഷ്ടപ്പെട്ടു. അടുത്തു അയ്യോ, റോഡ് കുളമാണെന്ന് തോന്നുന്നു. ഞാൻ കുലുങ്ങിയൊക്കെയാണ് പോകുന്നത്. അയ്യോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നെടുമങ്ങാട് നിന്നും നമ്മൾ വന്നിട്ട് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പൊന്മുടി നമ്മുടെ പൊന്മുടി ഹിൽ ടോപ്പ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഇത് മൊത്തത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പോട്ട് നമ്മളതാണ് ഇപ്പം നമ്മൾ കയറി വന്ന വഴി. അത് കഴിഞ്ഞ് ഇതൊക്കെ ഗസ്റ്റ് ഹൗസും ഇവിടെ അതിഥി മന്ദിരം, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഈ കെട്ടങ്ങളെല്ലാം അതാണ്. പിന്നെ റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുഞ്ഞു മക്കൾക്കായിട്ടൊരു സ്പോട്ട് പൊന്മുടിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മളത് വീഡിയോയിൽ നേരത്തെ ഞാൻ വന്നിട്ടുള്ളതാണ്, പക്ഷേ ഈ സമയത്ത് വീഡിയോയിൽ അതൊരു വൃത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അത് കാണണമല്ലോ. ഇത് കണ്ടണ്ട, ചിൽഡ്രൻസ് പാർക്ക് പൊന്മുടി. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് മീനൂട്ടി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി ഇതാ മീനൂട്ടിയുടെ ഇതാണ്, നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതാണ് പാർക്ക്. എന്തായാലും ഇതാ കണ്ടല്ലോ, അടിപൊളി, സൂപ്പർ അല്ലേ? നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം എന്തായിരിക്കും? ഇതാ പണ്ടേ ഉള്ളതാണ്, ഞാനും വന്നിരുന്നിട്ടുള്ളതാണ് നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ. ഓക്കെ, പിന്നെ അവിടെ ഒരു ടോപ്പ്, ഇരിക്കാനുള്ള ടോപ്പുണ്ട്. പിന്നെ അവിടെ ഊഞ്ഞാൽ, പിന്നെ ഞെരങ്ങി കളിക്കാനുള്ള സ്ഥലം. പക്ഷെ ഇതെല്ലാം എന്താ ഇപ്പം പുല്ല് പാവിയിട്ടുമുണ്ട് കേട്ടോ. ആൾട്രേഷൻ പുല്ല്. ഓക്കെ, പിന്നെ റൗണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ തന്നെയാണ്, അടിപൊളി. ഇപ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അപ്പം നമ്മൾ കുറച്ച് നേരം ഇനി ഇവിടെ കാണും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോകാൻ? പൊന്മുടിയിലേക്ക് പോകാൻ. ഇത് നമ്മുടെ ഇവിടുത്തെ പാർക്ക്, നമ്മുടെ കുട്ടികൾക്കുള്ള പൊന്മുടിയിലെ പാർക്കിൻ്റെ ടോപ്പാണ് കേട്ടോ. ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു കുഞ്ഞു വ്യൂ പോയിൻ്റാണ്. ഇതാണ് സ്റ്റെപ്പ്. നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ കയറി ഇങ്ങനെ മേലിൽ വന്നിട്ട് നമ്മൾ മേലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് പാർക്കിൻ്റെ ആ ഒരു വ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ സൂപ്പർ ഒരു മരം എന്താണെന്ന് നോക്കി, എന്തോ രസമുണ്ട് നോക്കിയാൽ മരം. ഇതൊക്കെ പണ്ടത്തെ ഓരോ കെട്ടിടങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഇതിൻ്റെ താഴെ ഇവിടെ മൊത്തത്തിലുണ്ട്. ഇത് കണ്ടോ, ഇത് അപ്പുറത്തേക്ക് കണ്ടോ, ഇതൊക്കെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത് നേരെ പൊന്മുടിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തുള്ള കാഴ്ചകൾ, പൊന്മുടിയിലോട്ടുള്ള കാഴ്ചകൾ കാണാം. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇനിയൊന്ന് പറയുമ്പോഴത്തേക്ക് ടിക്കറ്റ് പരിശോധനാ കേന്ദ്രമാണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് പരിശോധനയ്ക്ക് കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പാർക്ക് നമ്മുടെ ഇവിടെ ഒരു KTDCയുടെ ഒരു കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട്, ഈ കയറി പോകുന്ന റോഡ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോപ്പിലോട്ടാണ് പോയത്. നമ്മൾ നേരെ നമ്മുടെ പൊന്മുടിയിലെ വ്യൂ നമുക്ക് കാണണ്ടേ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ടോപ്പിൽ പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലോട്ടുള്ള യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇടത് സൈഡിലെ വളരെ വിശാലമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നിങ്ങൾക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ പൊന്മുടിയിലേക്ക് വരുന്നവർക്കായിട്ട് കല്ലാറ്, മീൻമുട്ടി വെള്ളച്ചാട്ടം, അതുകൂടാതെ കുറേ മൊട്ടക്കുന്നുകളൊക്കെ ഉള്ള കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട്. അതുകൂടാതെ സീതാതീർത്ഥം എന്നിവയൊക്കെ കണ്ട് നല്ലൊരു കാഴ്ച അനുഭവം നേരിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയും കേട്ടോ. പൊന്മുടിയിലെ നല്ല ടൈം ഏതെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് കേട്ടോ. നല്ല കുളിർമയുള്ള കാലാവസ്ഥയും മൂടൽ മഞ്ഞും ഒക്കെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. നമ്മളിപ്പോൾ വരുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാസം അത്ര നമുക്ക് മൂടൽ മഞ്ഞൊന്നും ഇവിടെ കിട്ടത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും നമുക്ക് മേലോട്ട് കയറി നോക്കാം. പിന്നെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ജൂൺ, ഓഗസ്റ്റ് പ്രകൃതി നല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന സമയമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം നിഷേധിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പൊന്മുടിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർക്ക് ഏകദേശം ഒരു 55-60 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഇത് വരുന്നത് നെടുമങ്ങാട്, തുളിക്കോട്, വിതിര, കല്ലാറ് വഴിയാണ് നമ്മുടെ പൊന്മുടിയിലേക്ക് എത്തുന്നത്. KSRTCക്കൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ സർവീസുകളുണ്ട്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ വഴി വരികയാണെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പൊന്മുടിയിലേക്ക് വരാൻ. എയർപോർട്ടിലാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ പൊന്മുടി കാണാൻ വരാൻ കഴിയത്തുള്ളൂ കേട്ടോ. പ്രവേശന സമയം പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. 4 മണി വരെ മാത്രമാണ് സാധാരണ രീതിയിൽ ഇവിടെ അനുവദിക്കാറുള്ളൂ. പിന്നെ സ്റ്റേ ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ അലൗഡ് ആണെന്ന് തോന്നുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ 22 ഹെയർ പിന്നുകളും കയറി നേരെ നമ്മുടെ ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് വെയിലാണ്, എന്നാലും നല്ല കാറ്റുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ മൂടൽ മഞ്ഞൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ടോപ്പിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പൊന്മുടി പോലീസ് സ്റ്റേഷൻ. ഒരിക്കൽ നമ്മൾ വന്നപ്പോൾ മഴ നനഞ്ഞപ്പോൾ ഇവിടെയല്ലേ കയറി നിന്നാ? അതെ, അതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇപ്പോൾ പൊന്മുടി കാണാൻ ഒത്തിരി വിദേശ സഞ്ചാരികൾ. ഓ വാവ്, ബ്യൂട്ടി. നമ്മുടെ വണ്ടി
ഇരുന്ന് ബ്യൂട്ടി ആസ്വദിക്കുന്നു. ബാക്കിയുള്ളവർ നല്ല പൊളിയാണ്. നമ്മൾ വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവൽ. മുരുകപ്പാ അങ്ങോട്ട് അടിച്ചു കാണിക്കല്ലേ? യാത് ഇൻഡോർ പ്ലാന്റ്? ബോർഡ് ഇപ്പൊ ഇവിടെ കിട്ടും. ബസ് കിടപ്പുണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ KSRTC ബസ്സുകൾ ഒതുക്കുന്ന സ്ഥലം. പ്രിയദർശിനി ഉണ്ട്. പിന്നെ അതാ ഇവിടെ പാർക്കിംഗ് ഏരിയ. ഗുലു ഗുലു ഗുലു. പാർക്കിംഗ് 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 പാർക്കിംഗ്. ആര് പറഞ്ഞു താഴേക്ക് പോകാനൊക്കെ പറ്റും? അക്കരെ പച്ച. അതെ, നമ്മളിതുകൊണ്ട് ആ കാണുന്നതാണ് പൊന്മുടിയിലെ പച്ചപ്പ്. അയ്യോ, കണ്ട നമ്മൾ പണ്ട് മല വരയ്ക്കും കണക്ക് ഇരിക്കണ ഇങ്ങനെ പൊങ്ങി ഒന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ പാർക്കിങ്ങിന്റെ രണ്ട് മൊത്തത്തിൽ എല്ലാ 4 സൈഡും മല. അപ്പൊ നമ്മളിതാ വന്ന റോഡെന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ കിടപ്പുണ്ട് നമ്മളെ വണ്ടി. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതാ അവിടെ കിടക്കും ഒരു ബ്ലൂ കളർ. ഓക്കെ, അപ്പൊ അവിടെ താഴെ ഐസ്ക്രീം ഒക്കെ കിട്ടും കേട്ടോ, താഴായിട്ട്. ഇത് അവിടത്തെ ആകാശം. ഇത് കണ്ടോ, സെറ്റാണ്, അടിപൊളി. എങ്ങനെയുണ്ടോ ആവശ്യ ആവശ്യം? എങ്ങനെയുണ്ടോ ആവശ്യം? സൂപ്പർ. ഓക്കെ, കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈ തണുപ്പിനിടയ്ക്ക് നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി കേട്ടോ. പൊന്മുടിയുടെ തന്നെ ഒരു ഷോപ്പാണ്. നേരെ കയറി ഒരു 2 ചായയും ബ്രെഡ് ഓംലെറ്റും. മീനൂട്ടിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ മീനൂട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, വെയിറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പാടാണ് കേട്ടോ. എന്തോ ബ്ലോക്കാന്ന് പറയുക. എന്നാൽ അതിനകത്തെ മൊത്തത്തിൽ തിരക്കായിരുന്നു. നമ്മൾ ബില്ല് ആദ്യം എടുക്കുക, അതിനുശേഷം സാധനത്തിന് പോയി അവിടെ തള്ളി നിൽക്കുക. എന്തായാലും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ മുൻപൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നല്ല കോട മഞ്ഞായിരുന്നു കേട്ടോ. എങ്ങും പച്ചപ്പൊന്നും കാണാൻ പറ്റാത്ത രീതിക്കായിരുന്നു. പക്ഷേ ഇത്തവണ അത്രയും കോടമഞ്ഞ് ഇല്ല കേട്ടോ. ഇത്തവണ കോടമഞ്ഞ് കുറവാണ്. കുറവാണെന്ന് പറഞ്ഞാൽ ഇതല്ല പൊന്മുടി വരാൻ പറ്റിയ ക്ലൈമറ്റ് ഇതല്ല. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്നപ്പോൾ വന്നതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. എല്ലാവരും ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഇതാ ഇങ്ങനെ പോവുകയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു അല്ലേ. എന്നാണ്ടോ ഇവിടെ കാണാം, നമുക്ക് കറക്റ്റ് ആ പച്ചപ്പ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ മുമ്പ് വന്നപ്പം ഈ പച്ചപ്പ് കാണാനേ ഇല്ല. കാരണം അത്രയും മഞ്ഞ് മൂടി കിടക്കായിരുന്നു കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. എനിക്ക് ഉണ്ടപ്പോൾ അങ്ങനെ ആയിരിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഔഷധ മഞ്ഞ് നല്ല കോളുണ്ട്. ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇവിടെ നമ്മുടെ പൊന്മുടിയുടെ മാത്രം. നമുക്ക് അല്ലെങ്കിലും ചൂടാണെങ്കിലും ആ ചൂട് നമുക്ക് അറിയത്തില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റാണ് ഇവിടുത്തെ. എപ്പോഴും ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊന്മുടി എന്ന് പറയുമ്പോഴേ അതിൻ്റെ പ്രത്യേകത തണുത്ത കാറ്റാണല്ലോ. നല്ല രസമായിട്ടായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്തു നമ്മൾ. പൊന്മുടിയിൽ ഇങ്ങനെ
ഇങ്ങനത്തെ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും റീൽ എടുക്കുന്നതിനും ഒക്കെ പറ്റും കേട്ടാനുള്ള നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. കോടമഞ്ഞ്, പക്ഷെ കോടമഞ്ഞ് കാണാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് കോടമഞ്ഞ് കാണാൻ ആ ടൈമിൽ വരുന്നതാണ് നല്ലത്. പക്ഷെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് റീലൊക്കെ എടുക്കാം കേട്ടോ. അത് ഈ ഞങ്ങള് തിരിച്ചു പോകുമ്പോഴത്തെ നമുക്ക് സാധാരണ കാണാൻ പറ്റുന്ന സ്പോട്ടുകളല്ല. അതെ, അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ. ഇപ്പോഴും ആളുകൾ വരുന്നുണ്ടല്ലോ. അതെ, സൂപ്പർ കണ്ടല്ലോ. ഈ സ്ഥലവും നമുക്ക് കാണാൻ പറ്റില്ല. കോടമഞ്ഞാണെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു. ഇനി നിങ്ങൾക്കായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വരാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടി നമ്മൾ സൈഗു സ്പെഷ്യൽ ഇത്തരം വീഡിയോസ് നിങ്ങൾക്കും കാണിച്ചു തരികയാണ്. നമ്മൾ സ്ഥലങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഇടാറുണ്ട് കേട്ടോ. അതെ, തേയിലത്തോട്ടമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പൊന്മുടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയദർശിനി പോകുന്നുണ്ട്. പൊന്മുടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മരവും കാണാൻ വേറെ ലെവലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല എങ്കിലും ഓരോ മരവും അക്കരെ നിൽക്കണ ചക്കര മാവ് കൊമ്പ് നിറച്ചും മാങ്ങ നല്ല മാങ്ങ പറിച്ചത് സൂപ്പർ മരം, സൂപ്പർ സ്പോട്ട്. അങ്ങോട്ട് നോക്കൂ. ഞാൻ എവിടെയൊക്കെ കാണിക്കും ഗായ്സ്. ലൈവ് എടുക്കാൻ നെറ്റ് വർക്ക് ഇല്ല കേട്ടോ. നെറ്റ് എന്റെ കൊച്ചു പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടെ, പൊന്മുടി ആസ്വദിക്കട്ടെ. ആസ്വദിക്കാൻ സമ്മതിക്കാതെ സമയമാണ് 5 മണി അല്ലേ? 5 മണി ആയില്ല കേട്ടോ. അതിന് മുമ്പേ ഇവിടെ ഇങ്ങനെ കേട്ടോ കിളികളുടെ ചീവിടുകളുടെ ശബ്ദം കേൾക്കും. 5 മണി വരെ വേണമല്ലോ. ചരിച്ചെടുക്കട്ടോ. വിജയ തട്ടുകട ഉണ്ടായി. നമ്മൾ ഇറങ്ങി വരണ വഴിക്കുള്ളതാണ്. സൂപ്പർ ഏരിയ. അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്മുടി പോകുന്ന വഴിക്ക് തണുപ്പ് കാരണം ഒരു ചായയും തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് അപ്പോൾ വിചാരിച്ചു പഴംപൊരിയും ചായയും കുടിക്കാമെന്ന്. അങ്ങനെ നമ്മളിതാ വഴിവെക്കിൽ കണ്ടവരെടുത്തുക്കുന്നത് ചായയും. ഇങ്ങോട്ട് നോക്ക്. ഓ, കേക്ക് വായിൽ കുത്തി ഇറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതാ ഇതിന്റെ തൊട്ട് താഴെ നല്ലൊരു അരുവിയുണ്ട്. കാണാൻ പറ്റൂലല്ലേ? അങ്ങോട്ട് കാണിക്കാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കുഞ്ഞരുവി. കണ്ടാ, ഈ അരുവി ഇങ്ങനെ താഴോട്ട് ഒഴുകണേ. നമ്മൾ തിരിച്ച് നല്ല ശബ്ദം. അതെ, നല്ല ശബ്ദം. പിന്നെ ഇത് റോഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ചായ കുടിച്ച. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ ഒരു പൊന്മുടിയിൽ വൈറലായ ഒരു മരമുണ്ടല്ലോ, അതിന് ചുറ്റുമുള്ള ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇത്. കാണുന്നതാണ് ആ ഒരു വൈറലായ ഒരു ഹിഡൻ സ്പോട്ട്, ഒറ്റ മരം. അപ്പോൾ മുമ്പ് നമ്മൾ വന്നപ്പോൾ ഈ താടം ഓപ്പൺ അല്ലായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊന്മുടി വന്നേയല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ കൂടെ ഒന്ന് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് വൈറലായ മരം. അവിടെ കാണുന്നതാണ് മരം. ഇതാണ് പോകുന്ന വഴി. അപ്പോൾ അവിടത്തേക്ക് വ്യൂ പിന്നെ ഞാൻ പറയണ്ടല്ലോ, പൊളി തന്നെയാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. അതിന് ചുറ്റുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കൂട്ടുകാരെ, പൊന്മുടിയിൽ വരാത്തവരൊക്കെ വന്ന് പൊന്മുടി കാണണം. അപ്പോൾ പൊന്മുടിയിലെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ ഇതുപോലെ പോകുന്ന കുഞ്ഞു കുഞ്ഞു യാത്രകളുമായിട്ട് ഇനിയും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.